MLA എത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്ഥലത്തേക്ക്. രാവിലെ 9 മണിക്ക് മുതൽ അവർ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, കുഞ്ഞുങ്ങളടക്കമുള്ളവർ. 9 മണി മുതൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം ഈ ക്യാമ്പിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അടുത്ത ക്യാമ്പിൽ പോയി കഴിക്കണമെന്ന് കുഞ്ഞുങ്ങളും പ്രായമായവരുമുള്ള അഖിൽ ഇപ്പോൾ ഭക്ഷണങ്ങൾ എല്ലാം എത്തിച്ചോ? ഈ ഉദ്യോഗസ്ഥൻ എന്ത് ധൈര്യത്തിലാണ് അവിടെ എത്തിയവർക്ക് ഈഗോയാണെന്ന് പറഞ്ഞത്? ഈ അധിക്ഷേപിക്കാനുള്ള അധികാരം എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥന് കിട്ടിയത്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, എന്തായാലും MLA ഇവിടെ എത്തിയിട്ടുണ്ട്, ഭക്ഷണങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും ഇപ്പോൾ അവിടെ നമ്മൾ പ്രതികരിക്കാനില്ല എന്ന രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്. അദ്ദേഹം പുറത്തേക്ക് മാറിപ്പോയിട്ടുണ്ട്, അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. എന്തായാലും ചങ്ങനാശ്ശേരി MLA ആണ് സ്ഥലത്തെത്തിക്കുന്നത്, വില്ലേജ് ഓഫീസർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷേ ഇപ്പോൾ നടത്തിയ പ്രസ്താവനകൾ അത് ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഭക്ഷണം എത്തുന്നത്. അതായത് 2 മണിയോടുകൂടിയാണ് തൊട്ടപ്പുറത്തെ ക്യാമ്പിൽ ഭക്ഷണമായതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 മണിവരേക്ക് ഈ ഇത്തരത്തിൽ വന്നിരുന്ന മനുഷ്യർ വിശന്നിരിക്കണമോ എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വിവരങ്ങൾ മനസ്സിലാക്കാൻ MLA പറഞ്ഞിരിക്കുന്ന കാര്യം MLA വിനീത് ജോബ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ്. ഇവരുടെ ഭക്ഷണം അവിടെ പ്രിപ്പയർ ചെയ്തിട്ട് ഇവരവിടെ പോയി കഴിച്ചോളാം മെമ്പറും എല്ലാം സമ്മതിച്ചതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷമാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ 115 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ 10-40 പേരെ ഇവിടെ ഉള്ളൂ കഴിക്കാൻ. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ട് ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു. അവിടെ നിന്ന് മുനിസിപ്പാലിറ്റി സ്റ്റാഫിനെ വിളിച്ചിട്ട് അപ്പുറത്ത് ഭക്ഷണം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഗ്യാസും മറ്റു അനുബന്ധ സാധനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി പാത്രങ്ങളും എല്ലാം ഇവിടെ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇവിടെ തന്നെ പാചകം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് പോയി കഴിക്കില്ല എന്നൊരു ഇതിന്റെ പുറത്താണ് ഇഷ്യൂ ഉണ്ടായത്. അത്രയേ ഉള്ളൂ. പഞ്ചായത്ത് മെമ്പറാണ്, ഇവരുടെ വാർഡിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ടും എനിക്ക് കൈകടത്താൻ പറ്റത്തില്ല. അത് മെയിനായിട്ടുള്ള കാര്യം. നമ്മുടെ വാർഡിൽ ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനിവിടെ വന്ന് പോയി കണ്ട്. ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ, പക്ഷേ വൈകുന്നേരം വന്നതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അത് കാരണം അവിടുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത് ന്യായമായ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് രാവിലെയും പ്രയാസം. ഞാൻ രാവിലെ സാറിനെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു നമുക്ക് രാവിലെ ഇവിടെ ഉണ്ടാക്കാൻ സാറ് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റൗ നിലവിൽ ഇവിടെ ഞാൻ വരുന്ന ഉള്ളത് സ്റ്റൗ നിലവിൽ എടുത്തോണ്ട് പോവാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ ചേച്ചിമാരടക്കം ചേച്ചിമാരടക്കമാണ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിയൊക്കെ പറഞ്ഞു നമുക്ക് ഇവിടെ വെക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വെച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ കൊച്ചുകുട്ടികളുമായിട്ട് അപ്പുറത്ത് പോയി അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. സഹായിച്ചു കൊടുക്കണം. അപ്പൊ ഞങ്ങൾക്ക് 3 പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേരാ. അവരെ കൊണ്ട് അപ്പുറത്ത് പോയി എല്ലാം ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ അവരെ നോക്കി ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കുഞ്ഞു പിള്ളേരെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള പിള്ളേർ ജോലിക്ക് പോയിരിക്കുക. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ പിള്ളേരെ നോക്കണം, അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവിടെ പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈ ഒരു ദുർഘട നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ആവശ്യം. അതിന് ആ പ്രദേശവും ഈ പ്രദേശവും ഒരു നോട്ടമില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് ഇവിടെ വന്ന് എല്ലാവരും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ട് ഇതിനകത്ത്.